രാവിലെ തന്നെ കണ്ടോ കിളികളുടെ ശബ്ദവും. ചിലപ്പാങ്കാടയാ. നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് എന്നാന്ന് അറിയത്തില്ല, ഭയങ്കര കിളികളും പക്ഷികളും എല്ലാം കൂടെ. അപ്പം അതാ ഇന്നൊരു ചേനയൊക്കെ പിടിച്ചിട്ടുള്ള പരിപാടി. പഴയ ചേന നമ്മൾ നട്ടതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ വെക്കത്തില്ലേ, കുഞ്ഞതൊക്കെ, അങ്ങനെ ഒരു ചേനയാണ്. ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടേ നമുക്ക് ഇന്നൊരു കറി വയ്ക്കാം. ഇച്ചിരി പരിപ്പും ഇച്ചിരി ചേനയും കൂടെ ഒരു കറി വെച്ച് കൂട്ടാൻ ഒരു മോഹം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതൊന്ന് അരിഞ്ഞ് ഒരു കഷ്ണം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കാണിച്ചു തരാവേ. വാ, ചേന കഷ്ണങ്ങളൊക്കെ നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാവേ. ഇനി പരിപ്പ് അങ്ങോട്ട് ഇടാവേ. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു തക്കാളി, മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞിട്ടേ മൺചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. നമ്മുടെ ചേനയും പരിപ്പൊക്കെ വേകുന്ന സമയത്തേ അരപ്പൊന്ന് റെഡിയാക്കാവേ. അരമുറി തേങ്ങ, കുറച്ച് ചെറുജീരകം, 3-4 കഷ്ണം ചെറിയുള്ളി, നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. നമ്മുടെ ചേനയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മൺചട്ടിയിലോട്ട് മാറ്റാവേ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കട്ടെ. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തു കേട്ടോ. എന്നിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഉപ്പ് കൂടെ വേണം, നുള്ളുപ്പും കൂടെ. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഉണ്ടോ, നല്ല അടിപൊളി ഒരു കറിയാണ്. നിങ്ങളൊക്കെ ഇത് വെക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചു തന്നാ കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഒരു വറവും കൂടെ ഇടണം. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തിടണം കേട്ടോ. ഭയങ്കര രസമാണേ. നമ്മുടെ കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവങ്ങിട്ട് കൊടുക്കാവേ. ശരിക്കും പറഞ്ഞില്ലേ, ഈ തേങ്ങ വറുത്തിടേണ്ട ഒരു കാര്യമില്ല, പക്ഷേ ഭയങ്കര രസമാണ് അങ്ങനെ ഇട്ടാൽ. നമ്മൾ എരിശ്ശേരിക്കൊക്കെ അല്ലേ ഇങ്ങനെ ഇടുകയുള്ളൂ, പക്ഷെ ഇങ്ങനെ ഒന്ന് ഇട്ടു എനിക്ക് നല്ല സൂപ്പറാട്ടോ. അപ്പം എല്ലാവരും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണേ. കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ വേണം അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.